ശ്രീ വസന്തകമ്പിള്ളി, അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അടൂർ പ്രകാശും ആ ചോദ്യം ചെയ്യുന്നവരുടെ പട്ടികയിലേക്ക് വരികയാണ്. അല്ല, അടൂർ പ്രകാശിലേക്ക് വരട്ടെ. അടൂർ പ്രകാശിനെയോ ഇനി വേണ്ടി വന്നാൽ ചിലപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ അടൂർ ഗോപാലകൃഷ്ണനെ കൂടി ചോദ്യം ചെയ്യണം എന്നാവശ്യപ്പെട്ടാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. നോക്കൂ, കേരളത്തിന്റെ ദേവസ്വം ബോർഡിന്റെ മുമ്പാകെ ആദ്യമായി SIT രൂപീകരിക്കാൻ ദേവസ്വം ബോർഡിന്റെ ബെഞ്ച് തീരുമാനിക്കുമ്പോൾ, കേരളത്തിന്റെ ഹൈക്കോടതി തീരുമാനിക്കുമ്പോൾ സർക്കാരിന്റെ നിലപാട് എന്തായിരുന്നു? 2019 തൊട്ടുള്ള വിഷയങ്ങൾ അന്വേഷിച്ചാൽ പോരാ, 96 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നിലപാട്. അപ്പോ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ഇതിനെ വ്യതിചലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കണ്ട. 2019 ശേഷമാണ് അയ്യപ്പന്റെ സ്വർണം കാണാതായത്, ശാസ്താവിന്റെ ധനം കാണാതായത് 2019 മുതലാണ്. അവിടെ കൊള്ള നടന്നത് ആ കാലം തൊട്ടാണ്. അതുകൊണ്ട് ആ കൊള്ളയെപ്പറ്റി അന്വേഷിക്കാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ അത് 2019 തൊട്ടുള്ള അന്വേഷണം മതി എന്ന് കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞെടുത്താണ് ഇന്ന് SIT. നോക്കൂ, CPM-ന്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ എങ്ങനെയാണ് അടൂരിലേക്ക് അന്വേഷണം എത്തുന്നത്? നോക്കൂ, ഇപ്പൊ കടകംപള്ളിയെ രഹസ്യമായി ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയ ആ ബന്ധമൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടിയായിരിക്കും. കാരണം കോൺഗ്രസ് നേതാക്കളാണ് പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത്. ആ കാര്യത്തിലേക്ക് അന്വേഷണം പോകുന്നതിന് വേണ്ടിയായിരിക്കാം കേട്ടോ. അങ്ങനെയാണല്ലോ. അല്ല, നോക്കൂ ശ്രീ മഞ്ജുഷ്, കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു ചാനലിൽ ഇരിക്കുമ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി CPM നേതാക്കളുടെ മെയിൻ ക്യാപ്സ്യൂൾ എന്നോട് ഡോക്ടർ ഗോവൻ, CPM-ന്റെ പ്രതിനിധിയായിരുന്നു, അദ്ദേഹം തന്നെ പറഞ്ഞത്, നിങ്ങൾ ഈ പാട്ട് മാറ്റി പാടേണ്ടി വരും. പോറ്റിയെ കയറ്റിയത് ആരാണ്? ആ പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ആണെന്ന് നിങ്ങൾ പാടേണ്ടി വരുമെന്നാണ്. അപ്പൊ എന്റെ ചോദ്യം, ഈ പറയുന്ന SIT അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് CPM നേതാക്കൾക്ക് എങ്ങനെയാണ് മിനിഞ്ഞാന്നേ മനസ്സിലായത്? അപ്പൊ SIT-യിൽ നിന്ന് ഈ വിവരങ്ങൾ ചോരുന്നുണ്ട്. ഞങ്ങൾ എത്രയോ ദിവസങ്ങളായി ഈ കാര്യങ്ങൾ പറയുന്നു. SIT-യുടെ ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദമുണ്ട്. കേരളത്തിന്റെ ഹൈക്കോടതി ഹാൻഡ് പിക്ക് ചെയ്തവരെ ഇവിടെ ആരോ ഹാൻഡ് കഫ് ചെയ്തിട്ടുണ്ട് എന്ന ഞങ്ങളുടെ വാദം കൃത്യമാവുകയല്ലേ? CPM നേതാക്കൾ മിനിഞ്ഞാന്ന് വന്ന് ചാനലിൽ ഇരുന്ന് പറയുന്നു, അടൂർ പ്രകാശിലേക്ക് അന്വേഷണം പോകുന്നു, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു, നിങ്ങൾ ഓർത്തിരുന്നോളൂ, നിങ്ങൾ നോക്കിയിരുന്നോളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അതേ കാര്യം അതേ SIT-യുടെ ഭാഗത്ത് നിന്ന് അതിന്റെ പിറ്റേ ദിവസം ഉണ്ടാകുന്നു. കടകംപള്ളിയെ ചോദ്യം ചെയ്യുമ്പോൾ അത് രഹസ്യമായി വേണം എന്ന് വാശി പിടിക്കുന്ന SIT അടൂർ പ്രകാശിനെ പോലെ മറ്റൊരു രാഷ്ട്രീയ നേതാവിന്റെ കാര്യത്തിൽ വരുമ്പോൾ അതിൽ രഹസ്യമില്ല. അടൂർ പ്രകാശിന് നോട്ടീസ് കൊടുക്കുന്നതിന് മുമ്പ് അത് മാധ്യമങ്ങൾക്ക് വാർത്തയായി കിട്ടുന്നു. അതെങ്ങനെയാണ്? അപ്പോ ഈ അന്വേഷണത്തെ കോൺഗ്രസിലേക്ക് തിരിച്ചു വെച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ അന്വേഷണത്തിന്റെ മാനം മാറ്റാൻ വേണ്ടിയുള്ള, അതായത് അതിന്റെ രാഷ്ട്രീയ മാനം, പൊളിറ്റിക്കൽ ലൈൻ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ശരി, സംശയമില്ല, അങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ശ്രീ അഡ്വക്കേറ്റ് ബൽദേവ് കേൾക്കുന്നുണ്ട് എങ്കിൽ താങ്കൾക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് കരുതുന്നു. ശരി, കേൾക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു വന്നത് പത്മകുമാറിന്റെ കാര്യമായിരുന്നു. ശ്രീജിത്ത് അത് പറയുകയും ചെയ്തു. പത്മകുമാർ മിണ്ടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ എടുക്കുന്നുണ്ട് CPM. അതിന് കാരണം ഒരു മൊഴി വന്നാൽ, അത് കടകംപള്ളിക്ക് എതിരായാൽ കടകംപള്ളി അറസ്റ്റിലാകും. അല്ല, അതിന് നിയമപരമായ ചില കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത്, വിശേഷിച്ച് ഇത്രയും പ്രമാദമായ ഒരു കേസിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു തെളിവ് വേണം. ഇവിടെ ഒരു അക്യൂസ്ഡിന്റെ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ്, കസ്റ്റഡിയിലിരിക്കുന്ന പ്രതി നടത്തുന്ന ഒരു കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് വെച്ച് മറ്റ് പ്രതികളിലേക്ക് നീങ്ങിയാൽ അത് താൽക്കാലികമായിട്ട് ശരിയാണ്, മഞ്ചേഷ് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാം. പക്ഷെ കോടതി മുമ്പാകെ വരുമ്പോൾ ആ എവിഡൻസുകൾ കോടതി മുൻപാകെ തെളിയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം അത് ബുദ്ധിമുട്ടാണ്. ഗൂഢാലോചനയാണല്ലോ അവിടെ വരുന്നത്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അറസ്റ്റ് എന്ന് പറയുന്നത് ഒഴിവാക്കണമെങ്കിൽ, ഈ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് CPM-ന് ഉണ്ടാക്കുന്ന മാനക്കേട് ചില്ലറയല്ല. അക്കാര്യവും ഉണ്ടല്ലോ, ഇടതുപക്ഷത്തിനുണ്ടാക്കുന്ന മാനക്കേട് ചില്ലറയല്ല. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ പത്മകുമാർ മിണ്ടരുത്, അങ്ങനെ ഒരു അതാണ് പറഞ്ഞത്. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പത്മകുമാർ ചെറിയ വ്യക്തിയൊന്നുമല്ല, മുൻ MLA-യും CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറുമൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് CPM-ന് ഉണ്ടാകുന്ന ഡാമേജ് ഉണ്ടാവുകയും ചെയ്തു. നമ്മൾ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചതുമാണ്. അങ്ങനെ പ്രതിഫലിച്ചിട്ട് കൂടി എന്തുകൊണ്ട് പത്മകുമാറിനും വാസുവിനുമെതിരെ ഇതുവരെ പാർട്ടി നടപടി ഉണ്ടാകുന്നില്ല അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ? അത് പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റങ്ങൾ തെളിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ നടപടി എടുക്കുന്നില്ല എന്ന് പാർട്ടിയുടെ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുക മാത്രമാണ്, രാഷ്ട്രീയ സംരക്ഷണമുണ്ട് എന്നുള്ള സന്ദേശം കൃത്യമായിട്ട് നൽകുകയാണ്. അത്രയേ ഉള്ളൂ അതിനകത്ത്. അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഒപ്പമുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മറ്റു കാര്യങ്ങൾ ഉണ്ടാകരുത്. കാരണം പത്മകുമാർ പലപ്പോഴും ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറയുന്നുണ്ടല്ലോ ദൈവതുല്യർ എന്നുള്ള പദപ്രയോഗം. അപ്പോൾ അതൊരു ഭീഷണി കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എനിക്കെതിരെ നടപടി ഉണ്ടായാൽ എന്റെ വായിൽ നിന്ന് പലതും വരുമെന്ന്. അല്ല, മഞ്ചേഷ് പത്മകുമാറിനെതിരെ ഇതിനെ
സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എം കെ ഹരിദാസ്, അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അത് പൊതുജനം സംശയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതല്ലേ ഈ സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ നടക്കുന്ന ഡ്രാമയെന്ന്? എനിക്ക് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാനോ കടകംപള്ളി സുരേന്ദ്രൻ ഇതിൽ ഈ മോഷണത്തില് ഈ കൊള്ളയിൽ പങ്കില്ല എന്ന് വരുത്താനോ, കാരണം അവിടെ ദേവസ്വം മന്ത്രിക്ക് ദേവസ്വങ്ങളുടെ ഭരണത്തിലെ കാര്യമായിട്ട് ഇടപെടാൻ എന്തൊരു തെറ്റായിട്ടുള്ള ധാരണയത്. 340 കോടി രൂപ 2021 മുതൽ 2025 വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 160 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൽ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ടാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനായാലും കൊച്ചിൻ ദേവസ്വം ബോർഡിനായാലും മലബാർ ദേവസ്വം ബോർഡിനായാലും കൊടുക്കുന്നത്. അങ്ങനെ ജനങ്ങളുടെ നികുതി പണം ഒരു ദേവസ്വം ബോർഡിന് കൊടുത്തു കഴിഞ്ഞിട്ട് ആ ദേവസ്വം ബോർഡിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ആ വകുപ്പ് മന്ത്രിക്ക് യാതൊരുവിധ അധികാരവുമില്ല ഇടപെടാൻ എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അത് നമ്മൾ പരസ്പരം നമുക്ക് പറയാമെന്നല്ലാതെ അതിന് ഒരു സാങ്കേതികത്വവുമില്ല. രീതിയിലായി കഴിഞ്ഞു ശ്രീ ഹരിദാസ്. അത് പറഞ്ഞു ഫലിപ്പിക്കുന്ന രീതിയിലായിപ്പോയി. മാത്രമല്ല, കോടതിയിൽ നിന്ന് പല ഉത്തരവുകളും ഇതിനകം വന്നിട്ടുണ്ട് സെപ്റ്റംബർ 2ാമത്തെ ആഴ്ച മുതൽ കേരള ഹൈക്കോടതിയിൽ നിന്ന്. പക്ഷെ അതിലൊന്നും ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കടന്ന് മുകളിലേക്ക് ഒരു പരാമർശവും വന്നിട്ടില്ല. അതുകൂടി ഇതിനെ ബലപ്പെടുത്തുകയാണ്. ഒന്നിലും ഒപ്പിടുന്നില്ല ദേവസ്വം മന്ത്രി എന്നൊക്കെ ആ ഒരു വ്യാഖ്യാനമായി കഴിഞ്ഞു CPM ഹാൻഡിലുകളിൽ നിന്ന്, CPM നേതാക്കളിൽ നിന്ന്. അല്ല, ഒപ്പിടുക എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ ഒരു ദേവസ്വം മന്ത്രിയുടെ ഉത്തരവാദിത്തങ്ങളിലുള്ള കാര്യം. ഒരു മന്ത്രി ഒപ്പിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇപ്പൊ ഈ മന്ത്രിമാരെ അടിക്കടി ഇപ്പൊ ജി സുധാകരൻ എന്ന് പറയുന്ന മുഴുത്ത കമ്മ്യൂണിസ്റ്റ് ഗുരുവായൂർ അമ്പലത്തിന്റെ കിഴക്കേ നടയിലെ ഗോപുരം വരയ്ക്ക് പോയിട്ട് ഞാൻ അകത്തേക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അദ്ദേഹം അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഒപ്പിട്ടുകൊണ്ടാണോ? ഈ കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല ഈ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ ശബരിമലയിലെ എല്ലാ സീസണിലും പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ട ഉത്തരവാദപ്പെട്ടവരെ ചുമതലപ്പെടുത്തുന്നതൊക്കെ ഈ ഒപ്പിടുന്നതിന്റെ പേരിലാണോ? അപ്പൊ ഒപ്പിടുന്ന ഒരു സാങ്കേതികത്വം പറഞ്ഞതുകൊണ്ട് തനിക്കതിൽ ഉത്തരവാദിത്വമില്ല എന്ന് പറയാൻ യാതൊരു അർഹതയുമില്ല. കാരണം ശബരിമല ക്ഷേത്രം അടക്കമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ അമ്പലങ്ങളും വരുന്നത് ദേവസ്വം ബോർഡിന്റെ കീഴിലാണെങ്കിൽ അത് ഈ സർക്കാരിന്റെ അണ്ടറിലുള്ള ദേവസ്വം ബോർഡാണ്. അപ്പൊ സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അതാത് കാലങ്ങളിൽ ആരാണോ ഈ ബോർഡിനെ നയിക്കുന്ന മന്ത്രി, ആ മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇനി അടുത്തത് പറയാനുള്ളത്, ഈ കടകംപള്ളി സുരേന്ദ്രനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്റെ മഞ്ജുഷ്. കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അറസ്റ്റിൽ നിൽക്കില്ല. ഇത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് തന്നെ ഹൈക്കോടതി ഈ ഏതോ ഒരു ജാമ്യ കേസ് വന്നപ്പോൾ, അല്ലാണ്ട് ദേവസ്വം ബെഞ്ച് അല്ല ചോദിച്ചത്. ഒരു ജാമ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മുൻകൂർ ജാമ്യത്തിന്റെ കേസ് കേട്ടാന്ന് എന്താണ് ചോദിച്ചത്? എന്തുകൊണ്ട് ഈ 3 പേരിലല്ലാതെ ഈ കേസുകൾ മുൻപോട്ട് പോകുന്നില്ല? പേരെടുത്ത് പറഞ്ഞ് 2 3 ആളുകളെ ചോദ്യം ചെയ്യുന്നില്ല എന്ന് വരെ ചോദിച്ചിട്ടുള്ള ഹൈക്കോടതി അടുത്ത ദിവസങ്ങളിൽ പല കേസുകൾ 11 കേസെറ്റിയാണ്, 11 ഇൻട്രീം ഓർഡറുകളൊക്കെ ഹൈക്കോടതിക്ക് ഈ കാര്യത്തിൽ ഇറക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിൽ അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന കോടതി സിറ്റിംഗിൽ ഏതെങ്കിലും ഒരു ജഡ്ജിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആ കാലഘട്ടത്തിലെ മന്ത്രിയെ നിങ്ങൾ ചോദ്യം ചെയ്തില്ല എന്നുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേവലം നാടകമാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിട്ടുള്ളത്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത രീതി മഞ്ജുഷ പരിശോധിക്കൂ. എത്ര